ഹായ് ഫ്രണ്ട്സ്, അപ്പം നമുക്ക് ഇന്ത്യൻ ഫ്ലാഗിൻ്റെ ക്രോഷ്യ ബാഡ്ജ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇതൊരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ട്യൂട്ടോറിയലാണ് കേട്ടോ. ഞാനിവിടെ ഇത്രയും കളർ യാൺസാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതുപോലെ ഒരു 3mm ഹുക്ക് കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സ്ലിപ്പ് സ്റ്റിച്ച് അത്രയധികം ടൈറ്റായിട്ട് ഇടരുത്. നമ്മുടെ ഹുക്കിലൊന്ന് അതൊന്ന് ലൂസായിട്ട് ഇതുപോലെ ഒന്ന് ഓടിക്കളിക്കുന്ന തരത്തിലായിരിക്കണം. ഇനി 13 ചെയിൻ സ്റ്റിച്ചസ് ആണ് നമുക്കിവിടെ ചെയ്തെടുക്കാനായിട്ടുള്ളത്. ചെയിൻ സ്റ്റിച്ച് ചെയ്യുമ്പോഴും നേരത്തെ പറഞ്ഞ പോലെ തന്നെ അധികം ടൈറ്റായിട്ട് ചെയ്യേണ്ട, കുറച്ച് ലൂസായിട്ട് തന്നെ ചെയ്യുക. കാരണം നെക്സ്റ്റ് ചെയിൻസ് ഇതിന് മുകളിലായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ചെയിൻസ് വിസിബിൾ ആയിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് അത്ര അധികം ടൈറ്റ് ആക്കണ്ടെന്ന് പറഞ്ഞത്. ഇങ്ങനെ നമുക്കിവിടെ 13 ചെയിൻസും ചെയ്തെടുക്കാം. അപ്പം നിങ്ങൾക്ക് സ്ലിപ്പ് സ്റ്റിച്ചും ചെയിൻ സ്റ്റിച്ചും ഒന്നും അറിയില്ല, ഒരു ബിഗിനർ ആണെങ്കിൽ എൻ്റെ ബിഗിനർ ട്യൂട്ടോറിയൽ ഒന്ന് കണ്ടാൽ മതി കേട്ടോ. ഇനി നമുക്ക് സെക്കൻഡ് ചെയിനിലേക്ക് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതേ ഇങ്ങനെ സിംഗിൾ ക്രോഷ്യ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് ചെയിനിലേക്കും വീണ്ടും സിംഗിൾ ക്രോഷ്യ തന്നെ റിപ്പീറ്റ് ചെയ്യാം. ഇതൊരു ബിഗിനർ ഫ്രണ്ട്ലി ട്യൂട്ടോറിയൽ ആണെന്ന് പറഞ്ഞത് വേറൊന്നുമല്ല, ഇതിനകത്ത് ആകെ വരുന്നത് സിംഗിൾ ക്രോഷ്യ മാത്രമാണ് കേട്ടോ. അപ്പം നമ്മളിവിടെ 12 സിംഗിൾ ക്രോഷ്യ ആണ് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്ന ഓരോ ചെയിനിലേക്കും ഓരോ സിംഗിൾ ക്രോഷ്യ വെച്ചിട്ട് നമ്മളിവിടെ ചെയ്തു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ സിംഗിൾ ക്രോഷ്യ ചെയ്യുമ്പോൾ ചെയിനകത്തോട്ടേക്ക് ഹുക്കൊന്ന് കടത്തി കൊടുത്തതിന് ശേഷം യാൺ ഓവർ ചെയ്യുമ്പോൾ കിട്ടുന്ന ഈ 2 ലൂപ്പിനകത്തോട്ടേക്ക് വീണ്ടും ഒന്നും കൂടി യാൺ ഓവർ ചെയ്യുക. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് വേഗം ഒന്ന് പറഞ്ഞു തന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് റിപ്പീറ്റ് ചെയ്യുക, എൻഡ് വരെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതിനൊന്ന് ടേൺ ചെയ്ത് കൊടുക്കാം. ടേൺ ചെയ്തതിന് ശേഷം ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ട് ടേൺ ചെയ്താലും ഒരേ റിസൾട്ട് തന്നെയാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഞാനിവിടെ ടേൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എപ്പോഴും ലെഫ്റ്റ് സൈഡിലേക്ക്, അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് നമ്മളൊന്ന് ടേൺ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ടൊരു ചെയിൻ സ്റ്റിച്ച് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സെയിം പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യാം. അതായത് ഇനിയുള്ള 12 ചെയിനിലേക്കും നമുക്ക് സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആയിരുന്നു കേട്ടോ. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്ത് വെച്ചിട്ട് 1 മന്ത് ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് വോയിസ് ഓവർ ചെയ്യാനായിട്ട് പറ്റാത്തതുകൊണ്ടാണ് ഞാനിത് അപ്ലോഡ് ചെയ്യാതിരുന്നത്. എനിക്ക് തോന്നുന്നു വോയിസ് ഓവർ ചെയ്തിട്ട് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാവുന്നതെന്ന്. അതാണ് ഞാനിതൊന്ന് ഡിലേ ആക്കിയത്. അപ്പോൾ ഈ റോയും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ടേൺ ചെയ്തതിന് ശേഷം ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ പാറ്റേൺ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ ഓരോ സിംഗിൾ ക്രോഷ്യ വെച്ചിട്ട് ഓരോ ചെയിനിലായിട്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെ 12 സിംഗിൾ ക്രോഷ്യ നമുക്ക് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ഗ്രീൻ കളർ യാണ് വെച്ചിട്ട് 3 റോസാണ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഗ്രീൻ റോ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് കളർ യാണ് ഇതിൽ ആഡ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വൈറ്റ് യാണാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഈ ഒരു ചെയിനകത്തോട്ടേക്ക് ആ യാണ് ജസ്റ്റ് ഒന്ന് കടത്തി കൊടുത്താൽ മാത്രം മതി കേട്ടോ. വേറെ ഒന്നും ചെയ്യണ്ട. ജസ്റ്റ് ഈ കാണുന്ന പോലെ ഒന്ന് കടത്തി കൊടുത്തെടുത്താൽ മതി. എന്നിട്ട് ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. ഒന്ന് ജസ്റ്റ് വലിച്ചു കൊടുത്തതിന് ശേഷം നമുക്കത് ടൈറ്റ് ചെയ്തിട്ട് ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ടേൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്ക് ഈ ഒരു ബാക്കി വന്നിട്ടുള്ള എക്സ്ട്രാ ആയിട്ടുള്ള ആ ഒരു യാൺ ഉണ്ടല്ലോ ഗ്രീനിൻ്റെ, അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ ടേൺ ചെയ്ത് കൊടുക്കുക ലെഫ്റ്റ് സൈഡിലേക്ക്. എന്നിട്ട് നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഓരോ ചെയിനിലേക്കും സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. ഇവിടെ കംപ്ലീറ്റ് ആയിട്ടും സിംഗിൾ ക്രോഷ്യ തന്നെയാണ് റിപ്പീറ്റ് ചെയ്യണത്. അപ്പോൾ ഇങ്ങനെ 12 എണ്ണം നമുക്ക് ചെയ്തെടുക്കാം. ഈ ഒരു ട്യൂട്ടോറിയൽ കംപ്ലീറ്റ് ആയിട്ട് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ളതായതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്രയധികം ഡീറ്റെയിലിംഗ് ആയിട്ട് തന്നെ ഈ ഒരു ട്യൂട്ടോറിയൽ ചെയ്യുന്നത്. അപ്പോൾ ഈ പാറ്റേൺസും കാര്യങ്ങളൊക്കെ അറിയുന്നവർക്ക് ഇത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന പോലെ വീണ്ടും നമ്മൾ ഓരോ സിംഗിൾ ക്രോഷ്യയും കഴിഞ്ഞിട്ട് ഒരു റോ കഴിയുമ്പോൾ ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്യുക, ടേൺ ചെയ്യുക, വീണ്ടും ഈ പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുക. ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഗ്രീൻ യാണിനെക്കാട്ടിയും കുറച്ചുകൂടി തിന്നായിരുന്നു നമ്മുടെ വൈറ്റ് യാണ്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ വൈറ്റ് യാൺ വെച്ചിട്ട് 4 റോസാണ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അതായത് 4 റോസ് ഞാനിവിടെ വൈറ്റ് യാൺ വെച്ചിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നേരത്തെ ചെയ്ത പോലെ തന്നെ ഓരോ റോസ് കഴിയുമ്പോഴും നമുക്ക് ഇതൊന്ന് ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ട് ടേൺ ചെയ്ത് കൊടുക്കാം. അങ്ങനെ കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് കളർ യാണ് ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ജസ്റ്റ് ആ ഒരു ചെയിനകത്തോട്ടേക്ക് യാണിനെ ഒന്ന് കടത്തി കൊടുക്കുക. എന്നിട്ട് ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള
ആ യാണൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഈ സെയിം പാറ്റേൺ തന്നെ റിപ്പീറ്റ് ചെയ്യാണ് ചെയ്യണത്. അപ്പോൾ ടേൺ ചെയ്യുമ്പോൾ എപ്പോഴും ലെഫ്റ്റ് സൈഡിലേക്ക് ടേൺ ചെയ്യാനായിട്ട് മറക്കരുത്. ഇതൊന്ന് നമുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഈ സെയിം പാറ്റേൺ തന്നെ ചെയ്ത് കൊടുത്താൽ മതി. ഓറഞ്ച് കളർ യാണ് ഞാനിവിടെ 3 റോസ് തന്നെയാണ് കേട്ടോ ചെയ്യണത്. കാരണം അത് കുറച്ചുകൂടി വലുതാണ്. അതായത് നമ്മുടെ ഗ്രീൻ യാണിൻ്റെ സെയിം തന്നെയാണ് ഓറഞ്ച് യാണിൻ്റെയും ആ ഒരു കട്ടി വരുന്നത്. അതുകൊണ്ട് അത് 3 വട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് കണ്ടിട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അത് ചോദിക്കാവേ. അപ്പോൾ ഇത് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഒരു ചെയിൻ സ്റ്റിച്ച് കൂടി ഇട്ടിട്ട് ഒന്ന് സെക്യൂർ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന യാണിനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇവിടെ നിൽക്കുന്ന ഈ എക്സ്ട്രാ ആയിട്ടുള്ള എല്ലാ യാൺസും ഉണ്ടല്ലോ, അത് നമുക്ക് ടേപ്പസ്ട്രി നീഡിൽ വെച്ചിട്ട് ഇതിനകത്തോട്ടേക്ക് ഒന്ന് സെക്യൂർ ചെയ്ത് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ സാധാ പോലെ തന്നെ 1-2 വട്ടം ഒന്ന് തുന്നിയെടുക്കുക. അതിനകത്തോട്ടേക്ക് കൊടുത്തിട്ട് നോർമലായിട്ട് നമ്മൾ എങ്ങനെയാണോ തുന്നാറ് അതുപോലെ തന്നെ 1-2 വട്ടം ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഫ്ലാഗിൻ്റെ ബേസ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ടേക്ക് ഒരു സെൻറ്ററിലായിട്ട് അശോകചക്ര വെക്കണമല്ലോ. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബ്ലൂ കളർ യാണ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് മാജിക് റിംഗ് ആണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മാജിക് റിംഗ് അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാനൊരു ട്യൂട്ടോറിയൽ ചെയ്തിട്ടുണ്ട് ബുക്ക് മാർക്കിൻ്റെ, ഒരു ഹാർട്ട് ബുക്ക് മാർക്കിൻ്റെ. അതിൽ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് മാജിക് റിംഗ് ചെയ്യാന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് കണ്ടാൽ മതി. ഇനി നമുക്ക് ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇനിയുള്ള എല്ലാം നമുക്ക് ചെയ്യേണ്ടത് ഈ ഒരു റിങ്ങിനകത്തോട്ടേക്കാണ്. അതായത് നമ്മുടെ മാജിക് റിങ്ങിനകത്തോട്ടേക്കാണ് ഇനിയുള്ള എല്ലാ പാറ്റേൺസും ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത ആ സെയിം തന്നെ സിംഗിൾ ക്രോഷയാണ് നമുക്കിവിടെ ചെയ്യേണ്ടത്. 12 സിംഗിൾ ക്രോഷേ ഈ മാജിക് റിങ്ങിനകത്തോട്ടേക്ക് നമുക്ക് ചെയ്തു കൊടുക്കാം. അങ്ങനെ അതൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ 12 സിംഗിൾ ക്രോഷേ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ആ ഒരു ചെറിയ യാണുണ്ടല്ലോ അതിനെ നന്നായിട്ട് താഴേക്കൊന്ന് വലിച്ച് കൊടുക്കണം. അപ്പോൾ ആ ഒരു റിങ് അവിടെ ക്ലോസ് ആവും. നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇങ്ങനെ വലിച്ചു കൊടുക്കണ നേരത്ത് ആ ഒരു റിങ് ക്ലോസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ആ ഒരു ലൂപ്പിനകത്തോട്ടേക്ക് ഹുക്കിനെ കടത്തി കൊടുത്തിട്ട് ഫസ്റ്റ് സ്റ്റിച്ചിനകത്തോട്ടേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അതായത് നമ്മൾ ചെയ്തിട്ടുള്ള ഫസ്റ്റ് ചെയിനകത്തോട്ടേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടി ഒന്ന് സെക്യൂർ ആവാൻ വേണ്ടിയിട്ട് ഒരു ചെയിൻ സ്റ്റിച്ച് കൂടി ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും അങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട്. ഒരു ചെയിൻ സ്റ്റിച്ച് ഒന്ന് ചെയ്ത് കൊടുത്തിട്ടാണ് ഞാനതൊന്ന് സെക്യൂർ ആക്കി വെക്കാറ്. എന്നിട്ട് ഈ എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന യാണ് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ടേപ്പസ്ട്രി നീഡിൽ വെച്ചിട്ട് ആ ഒരു എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന ആ ചെറുത് ഒന്ന് ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇനി നമുക്ക് സെൻറ്ററിലായിട്ട് ഈ ഒരു ബാഡ്ജിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് ഇതൊന്ന് തുന്നി കൊടുക്കാം. അപ്പോൾ ടേപ്പസ്ട്രി നീഡിൽ ആ ഒരു വലിയ യാണിനെ അകത്ത് കൂടെ കൊടുത്തിട്ട് കറക്റ്റ് സെൻറ്ററിലായിട്ട് തന്നെ നമുക്കിതൊന്ന് തുന്നിയെടുക്കാം. അപ്പോൾ ഇത് ഈ കാണുന്ന പോലെ നോർമലായിട്ട് നമ്മൾ എങ്ങനെയാണോ തുന്നാറ് അതുപോലെ തന്നെ ഒന്ന് തുന്നി കൊടുക്കുക കേട്ടോ. കറക്റ്റ് സെൻറ്റർ ആവാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. അത്രേ വേണ്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫ്ലാഗ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് എന്തെങ്കിലും മനസ്സിലാവായ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ ഇതുപോലുള്ള ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ട്യൂട്ടോറിയൽസ് ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ബായ്.